ഇത്രയും വലിയ രുദ്രയായി മാറിയത്? നിന്നെ വളരെ ചെറുതായിട്ടല്ല ഞാൻ അകത്തേക്ക് അടച്ചത്. നീ എന്താണ് വിചാരിച്ചത്? നിനക്കെന്നെ 24 മണിക്കൂറും അറസ്റ്റ് ചെയ്ത് വെക്കാമെന്നാണോ? എന്റെ കൂട്ടുകാർ ഇവിടെ ഉള്ളപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചത്? നീ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിഞ്ഞത്? മിസ്റ്റർ മെഗ്നീഷ്യൻ, നിന്റെ മരുന്നുകളോടൊപ്പം രുദ്രയെ ശരിയാക്കാൻ വേറൊരു വഴിയും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അവനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവൻ നോർമലായി മാറിയാലോ? രുദ്ര, ഞങ്ങളൊന്നും ചെയ്യല്ലേ. മയൂര, വരുൺ, ഞങ്ങൾ രണ്ടുപേരും നിന്റെ ഫ്രണ്ട്സ് ആണ്. രുദ്ര, ഇത് കണ്ടോ? നിനക്ക് ഇഷ്ടമുള്ള ആഹാരം. രുദ്ര, നീ നോർമലായി മാറിയേക്ക്. ഓർമ്മിച്ചു നോക്ക്. ഞാൻ മൈര, ഇത് വരുൺ. നമ്മുടെ വീട്ടിൽ രംഗീലയും ഉണ്ട്, മുത്തശ്ശൻ, ചിൻലി. ഒന്ന് ഓർമ്മിക്കൂ രുദ്ര, നല്ലോണം ഓർമ്മിക്ക്. സൺ സിറ്റി, കാൾ സിറ്റി, ഷാക്കാൾ. ഓർമ്മിച്ചു നോക്ക്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിച്ചു പറക്കുന്ന മൈറ വരുൺ? എനിക്ക് നിങ്ങളെ എപ്പോഴെങ്കിലും വേദനിപ്പിക്കാൻ പറ്റുമോ? രുദ്രയ്ക്കെല്ലാം ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമായി. അതെ, പക്ഷെ എനിക്ക് നിങ്ങളെ അടയാളം കണ്ടെത്താൻ പറ്റി, സംസാരിക്കാനും പറ്റി. എനിക്ക് ഓർമ്മയുണ്ട്. മിസ്റ്റർ മഗ്നീഷ്യൻ എനിക്ക് കുറച്ച് മരുന്നുകളൊക്കെ തന്ന്. ഒരുപക്ഷെ അതിന്റെ എഫക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ട്. അതോ ആഹാരം? ഷാക്കാൾ പുറത്തുണ്ട്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ അവൻ അറസ്റ്റ് ചെയ്തതാ. വരൂ, നമുക്ക് പുറത്തേക്ക് പോവാം. ഇന്ന് ആ ഷാക്കാളിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അവന്റെ അടുത്തേക്ക് പോവാണേ. അവന്റെ അടുത്തേക്ക് പോവുക. അതെ, നീ എന്നോട് എന്താ ഈ ചെയ്തത്? നീ നിന്റെ നഖം വെച്ച് എന്റെ ശരീരത്തിൽ മാന്തിയോ? അപ്പൊ ഞാനും നിന്നെ പോലൊരു വേർവൂൾഫായി മാറിപ്പോകുമോ? ദാ അങ്ങോട്ട് നോക്ക്, അവരവിടെയുണ്ട്. രുദ്ര,